അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2023-24 വർഷത്തിൽ നടന്ന വാർഷിക പരീക്ഷയുടെ 6ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ മനസ്സിലാക്കാം. നമുക്ക് ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നോക്കാം. ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം നുകമ്മിലു ബിൽ മുനാസിബി മിനൽ ഖൗസൈനി. ഇവിടെ ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവയെടുത്ത് പൂർത്തിയാക്കുക എന്നതാണ്. ബ്രാക്കറ്റിൽ 3 പദങ്ങൾ നൽകിയിട്ടുണ്ട്. ഏത് പദമാണോ ശരിയായത് അവ ശരിയായത് മാത്രം എടുത്ത് യോജിപ്പിച്ച് എഴുതണം. നമുക്ക് അതിൻ്റെ ശരിയായ രൂപം തന്നെ നോക്കാം. ചോദ്യം 1. ഫിസ്സുന്ദൂഖി 19 ഖലമൻ എന്നതാണ് ശരി. ഇവിടെ ഖലമുൻ, ഖലമൻ, ഖിലാദത്തുൻ എന്നുണ്ട്. ഇത് ഖലമൻ എന്നുള്ളതാണ് ശരി. ഫിസ്സുന്ദൂഖി 19 ഖലമൻ. ചോദ്യം 2. അത്വാലിബു ലാ യൽഅബ് വഖ്ത ദർസി. ഇവിടെ ലാ യൽഅബ് എന്നതാണ് ശരി. ചോദ്യം 3. ലിയക്തുബ് കുല്ലു ത്വാലിബിൻ ഫി ദഫ്തരിഹി. ഇവിടെ ലിയക്തുബ് എന്നതാണ് ശരി. 4. തഖൂമു അൽ മർഅത്തു ദാഖിലൽ ബൈത്തി. ഇവിടെ തഖൂമു എന്നതാണ് ശരി. 5. മാ ലഇബത്ത് അനീസത്തു ഫി വഖ്തി ദർസി. ഇവിടെ അനീസത്തു എന്നതാണ് ശരി. ചോദ്യം 6. സുരിഖ ദഹബു മിനൽ മുജൗഹറത്തി. ഇവിടെ സുരിഖ എന്നതാണ് ശരി. ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം നുമയ്യിസു, നമുക്ക് വേർതിരിക്കാം എന്നതാണ്. ചോദ്യം നോക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ ചില ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. നഖ്റഉ കുല്ല ലൈലത്തിൻ സൂറത്ത യാസീൻ, അൽ വലദാനി ഹുമാ ദാഹിബാനി, അത്തരീഖു വാസിയുൻ, ജലസൽ ഹരിമു. ഇതിൽ അൽ ജുംലത്തുൽ ഇസ്മിയ, ഇസ്മിയായ ജുംല ഏതാണ്, അൽ ജുംലത്തുൽ ഫിഅലിയ, ഫിഅലിയായ ജുംല ഏതാണ് എന്ന് വേർതിരിച്ച് എഴുതണം. നമുക്ക് നോക്കാം. അൽ ജുംലത്തുൽ ഇസ്മിയ അൽ വലദാനി ഹുമാ ദാഹിബാനി, അത് ഇസ്മിയായ ജുംലയാണ്. 2. അത്തരീഖു വാസിയുൻ, ഇതും ഇസ്മിയായ ജുംലയാണ്. ഇനി അൽ ജുംലത്തുൽ ഫിഅലിയ, ഫിഅലിയായ ജുംല നോക്കാം. തഖ്റഉ കുല്ല ലൈലത്തിൻ സൂറത്ത യാസീൻ. ഇവിടെ തഖ്റഉ എന്നുള്ളത് ഫിഅൽ വന്നതുകൊണ്ടാണ് ഫിഅലിയായ ജുംല. 2. ജലസൽ ഹരിമു. ഇവിടെ ജലസ എന്ന ഫിഅൽ വന്നതുകൊണ്ടാണ് ഫിഅലിയായ ജുംലയാകുന്നത്. ചോദ്യത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം നളഉ ദാഇറത്തൻ അലൻ നഅത്തി ഫഖത്ത്. നഅത്തിൻ്റെ മേലിൽ ഒരു വൃത്തം വരയ്ക്കുക. ഇതിൽ നഅത്തും മൻഊത്തും കാണാം. എന്നാൽ നഅത്തിൽ മാത്രം ഇവിടെ ഒരു വൃത്തം വരക്കണം. ചോദ്യം 1. ഹുവ വലദുൻ സ്വാലിഹുൻ. ഇവിടെ സ്വാലിഹുൻ എന്നുള്ളത് നഅത്താണ്. 2. അർറജുലുൽ മുഅ്മിനു ലാ യക്ദിബു. ഇവിടെ ലാ യക്ദിബു എന്നുള്ളതാണ് നഅത്ത്, അതിൽ വൃത്തം വരച്ചു. 3. ഇസ്തറൈത്തു ഖലമൻ ജദീദൻ. ജദീദൻ എന്നുള്ളതാണ് നഅത്ത്. ത്വലഅൽ ബദ്റു അൽ മുനീറു. ഇവിടെ മുനീർ എന്നുള്ളതാണ് നഅത്ത്. ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം നുസരിഫു, നമുക്ക് സർഫാക്കാം എന്നുള്ളതാണ്. ചോദ്യം 1. ഇഫ്തഹ്, ഇതിനെ സർഫാക്കുന്നത് ഇഫ്തഹ്, ഇഫ്തഹ, ഇഫ്തഹു, ഇഫ്തഹി, ഇഫ്തഹ, ഇഫ്തഹന. 2. ബിഅ, 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 ബിഉ, ബിഇ, ബിഅ, ബിഅന. ചോദ്യം 3. ലിയജ്ലിസ്, ലിയജ്ലിസ്, ലിയജ്ലിസ, ലിയജ്ലിസു, ലിതജ്ലിസ്, ലിതജ്ലിസ, ലിയജ്ലിസ്ന. ചോദ്യം 4. ലാ തക്ദിബ്, ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബു, ലാ തക്ദിബി, ലാ തക്ദിബ, ലാ തക്ദിബിന. ചോദ്യം 5. ലാ യക്ദിബ്, ലാ യക്ദിബ്, ലാ യക്ദിബ, ലാ യക്ദിബു, ലാ തക്ദിബ്, ലാ തക്ദിബ, ലാ തക്ദിബിന. ചോദ്യത്തിൻ്റെ 5ാമത്തെ ഭാഗം നുജീബു, ഉത്തരം നൽകാം എന്നതാണ്. ചോദ്യം 1. കൈഫ യുൻഷഉൻ നഹിയു. നഹീനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം
യുൻഷഉ മിനൽ മുലാരിഇ ബിവളഇ ലാ ഫി അവ്വലിഹി. മുലാരിയായ ഫിഅലിൽ നിന്ന് അതിൻ്റെ ആദ്യത്തിൽ ലാ ചേർക്കൽ കൊണ്ടാണ് നഹി ആകുന്നത്. ഒരു മുലാരിയായ ഫിഅലിൻ്റെ തുടക്കത്തിൽ ലാ ചേർക്കുമ്പോൾ അത് നഹിയായി മാറുന്നു. ചോദ്യം 2. കൈഫ യുകവ്വിനുൽ അംറുൽ ഗായിബ്. അംറു ഗായിബിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: യുകവ്വനു അൽ അംറുൽ ഗായിബ് മിനൽ മുലാരിഇൽ ഗായിബി ബിസിയാദത്തി ലാമിൻ മക്സൂറത്തിൻ ഫി അവ്വലിൽ മുലാരിഇ വസുകൂനിൽ ആഖിരി. ഒരു അംറ് ഗായിബിനെ മുലാരി ഗായിബിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. മുലാരി ഗായിബിൻ്റെ തുടക്കത്തിൽ കസ്റാക്കപ്പെട്ട ലാമിനെ അധികരിപ്പിക്കൽ കൊണ്ടും അവസാനത്തിന് സുക്കൂൻ ചെയ്യൽ കൊണ്ടുമാണ് മുലാരി ഗായിബ് അംറ് ഗായിബ് ആയി മാറുന്നത്. ചോദ്യം 3. കൈഫ യുകവ്വനുൽ അംറുൽ ഹാലിറു ഇദാ കാന മാ ബഅദ ഹർഫിൽ മുലാറാത്തി മുതഹരിക്കൻ. മുലാറായത്തിൻ്റെ അക്ഷരത്തിന് ശേഷം ഹർക്കത്തുള്ള അക്ഷരമായി വന്നാൽ അംറ് ഹാലിർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം: യുകവ്വനു മിനൽ മുലാരിയിൽ ഹാലിരി ബിഅസ്ഫി ഹർഫിൽ മുലാറഅത്തി വസുകൂനിൽ ആഖിരി. മുലാരി ഹാലിറിൽ നിന്നാണ് അംറ് ഹാലിറിനെ ഉണ്ടാക്കുന്നത്. മുലാറായത്തിൻ്റെ അക്ഷരത്തിനെ കളയുകയും അവസാനത്തിന് സുക്കൂൻ ചെയ്യുകയും വേണം. അതോടുകൂടി അംറ് ഹാലിറായി മാറുന്നു. ചോദ്യം 4. മത്താ യകൂനുൽ മുലാരിയോ അൽ മുസ്ബത്തു മൻഫിയൻ. മുലാരി മുസ്ബത്ത് മൻഫിയാകുന്നത് എപ്പോഴാണ്? മുലാരി മുസ്ബത്ത് മൻഫിയാകുന്നത് എപ്പോഴാണ്? ഉത്തരം: ഇദാ ദഖല ഹർഫുല ഫി അവ്വലിൽ ഫിഅലിൽ മുലാരി. മുലാരിയായ ഫിഅലിൻ്റെ ആദ്യത്തിൽ ലാ പ്രവേശിപ്പിച്ചാൽ അവിടെ മുലാരി മുസ്ബത്ത് മൻഫി മുലാരിയായി മാറുന്നു. ചോദ്യം 5. മത്താ യകൂനുൽ ഫിഅലു മഅറൂഫൻ. ഒരു ഫിഅല് മഅറൂഫാകുന്നത് എപ്പോഴാണ്? ഉത്തരം: ഇദാ ദുക്കിറൽ ഫായിലു മഅൽ ഫിഅലി. ഫിഅലിനോടൊപ്പം ഫായിലിനെ പറയപ്പെട്ടാൽ അത് മഅറൂഫായ ഫിഅലാണ്. ചോദ്യത്തിൻ്റെ 6ാമത്തെ ഭാഗം നുഅരിബു. നമുക്ക് അറബീകരിക്കാം. ഇവിടെ അറബി മലയാളത്തിൽ നൽകിയ വാചകത്തിനെ അറബിയിലാക്കി മാറ്റണം. ചോദ്യം 1. എൻ്റെ ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 15 പെൺകുട്ടികളുമുണ്ട്. ഇതിന് അറബിയിൽ പറയേണ്ടത് ഫി ഫസുലി 15 വലദൻ വ 15 ബിൻതൻ. ചോദ്യം 2. എൻ്റെ ഗ്രാമം ഭംഗിയുള്ളതാണ്. അതിൽ ആശ്ചര്യകരമായ തോട്ടമുണ്ട്. അതിൻ്റെ അറബി ഇങ്ങനെയാണ്: ഖർയത്തി ജമീലത്തുൻ ഫീഹാ ഹദീഖത്തുൻ റായിഅത്തുൻ. ചോദ്യത്തിൻ്റെ 7ാമത്തെ ഭാഗം നുതർജിമു. പരിഭാഷപ്പെടുത്താം എന്നതാണ്. അഥവാ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം എഴുതണം. ചോദ്യം 1. അൽ കഅബത്തു അവ്വലു ബൈത്തിൻ വുദിയ ലിഇബാദത്തില്ല. ഇതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി സ്ഥാപിതമായ ആദ്യത്തെ ഭവനമാണ് കഅബ. ചോദ്യം 2. മാ ഹളർതു ഫിൽ മദ്റസതി മുൻദു 3 അയ്യാമിൻ. 3 ദിവസമായിട്ട് ഞാൻ മദ്രസയിൽ വന്നിട്ടില്ല. ചോദ്യത്തിൻ്റെ 8ാമത്തെ ഭാഗം നക്തുബുൽ അഇദാദ ബിൽ ഹുറൂഫി. എണ്ണത്തിനെ ഹർഫിൽ എഴുതുക, വേർഡിൽ എഴുതുക എന്നുള്ളത് നോക്കാം നമുക്ക്. ചോദ്യം 1. 18 തുഫാഹത്തൻ. അതിന് അറബിയിൽ പറയൽ 18 തുഫാഹത്തൻ. ചോദ്യം 2. 16 ഉൾവൻ. അതിനെ പറയൽ 16 ഉളുവൻ. ചോദ്യം 3. 3 പേനകൾ, 3 അഖ്ലാം. അതിനെ പറയൽ 3 അഖ്ലാം. 3 ത്വാലിബാത്ത്, 3 വിദ്യാർത്ഥിനികൾ. അതിനെ പറയൽ 3 ത്വാലിബാത്ത്. 3 ത്വാലിബാത്ത്. നല്ലതുപോലെ പഠിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു പരീക്ഷയിൽ നമുക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.